മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ പ്രഭാതം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓരോ ദിനവും ദൈവത്തിൻ്റെ ദാനമാണ്, സ്നേഹമാണ്, കരുണയാണ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. ഈ പ്രഭാതത്തിൽ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവമായ കർത്താവിനെ, സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഈ പ്രപഞ്ചത്തോട് ചേർന്ന് സൃഷ്ടികളുടെ മകുടമായ ദൈവമക്കളായ നാം ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ നമുക്ക് വാഴ്ത്തി പ്രകീർത്തിക്കാം. ഒരു ദിനം കൂടി ഞങ്ങളുടെ ആയുസ്സിലേക്ക് ചേർത്ത് നൽകുന്ന ദൈവമേ, നിനക്ക് നന്ദി എന്ന് ഏറ്റുപറഞ്ഞ് ദൈവദാനമായ ഈ ദിനത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഓരോ നിമിഷവും ദൈവം നടത്തുന്ന വഴികളെ, വിധങ്ങളെല്ലാം വിശ്വാസ കണ്ണുകളാലെ കണ്ട് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തെ ഈ ദിനം മഹത്വപ്പെടുത്തുവാൻ കർത്താവെ, ഞങ്ങളിലേക്ക് നിൻ്റെ കൃപയെ ഒഴുക്കണമേ എന്ന് ഒന്നുചേർന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയാണ് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ, വലിയൊരു അഭിഷേകമായി മാറുവാൻ, അനേകരുടെ ഹൃദയങ്ങളിൽ ദൈവവചനത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കുവാൻ ഇടവരുത്തുന്നത്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥതയിലേക്ക് ദൈവത്തിൻ്റെ വചനം കേട്ടും പ്രാർത്ഥിച്ചുമായിരിക്കുന്ന അനേകായിരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ ശുശ്രൂഷ ദൈവാനുഗ്രഹമായി മാറുവാൻ തക്കവിധം ഇതിനെ ഇപ്രകാരം ഒരുക്കുവാൻ വളരെയധികം പരിശ്രമങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെല്ലാം നമുക്കൊരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കാൻ, സ്വീകരിക്കാൻ, വചനത്തിന് ഫലം നൽകാനെല്ലാം നമ്മുടെ എളിയ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ, ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാൻ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ, വചനത്തിൻ്റെ വലിയ ശക്തിയാൽ നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നുചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പരിശുദ്ധാത്മാവെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനങ്ങളെ ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ കേൾക്കുവാൻ, ദാഹത്തോടെ വചനം ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവെ നീ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ ബുദ്ധിയെ, ചിന്തയെ, മനസ്സിനെല്ലാം പരിശുദ്ധാത്മാവെ അവിടുന്ന് ഏറ്റെടുത്ത് പ്രകാശിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് പരിശുദ്ധാത്മാവെ നീ ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി
നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം വലിയൊരു യുദ്ധത്തിൻ്റെ നടുവിലാണ് ഇന്ന് ആയിരിക്കുന്നത്. ഒരുപാട് ആശങ്കകൾ, ഉത്കണ്ഠകൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകരാജ്യങ്ങൾക്കും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യ മക്കൾക്കുമുണ്ട്. കർത്താവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകുവാനും സമാധാനത്തിൻ്റെ അന്തരീക്ഷം ലോകവുമായി, ലോകരാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിലേക്കൊക്കെ ദൈവമേ വർഷിക്കണമേ എന്ന് സമാധാന രാജാവായ ക്രിസ്തുവിനോട് ഈ ദിനം വളരെ പ്രത്യേകമാവിധം നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വചനങ്ങളാണ് ഈ പ്രഭാത ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി നൽകുന്നത്. നമുക്ക് ശ്രദ്ധയോടെ ഈ തിരുവചനങ്ങൾക്കായി കാതോർക്കാം. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തര രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരെ ഒരുവന് നിങ്ങളത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത്. യേശുവിൽ പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷത്തിൽ നിന്ന് 25-ാം അധ്യായം 31 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ വചനം അവസാനിക്കുന്നത് മനോഹരമായ ഈ തിരുവചനത്തോടെയാണ്. ഈ ചെറിയവരിൽ ആർക്കെങ്കിലും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നമ്മുടെ അനുദിന വിശ്വാസ ജീവിത വഴികളിൽ നാം തിരിച്ചറിയേണ്ട വലിയൊരു ദൈവിക സത്യമാണ് കർത്താവായ യേശു ഈ തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. നമ്മളെല്ലാവരും പറയും, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ചിലർ പറയും, ദൈവത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അത് വെളിപ്പെടുന്നത് സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെയാണ്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് പറയുകയും സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിൽ ശ്രദ്ധനാകുകയും ചെയ്യാതെ വന്നാൽ അവൻ്റെ ദൈവസ്നേഹം തീർച്ചയായും കാപട്യമാണ്. അത് ദൈവത്തിരുമുമ്പിൽ ഒരിക്കലും സ്വീകരിക്കപ്പെടുന്ന ഒരു ദൈവസ്നേഹമല്ല. പ്രിയമുള്ളവരെ, സഹോദര സ്നേഹത്തിലൂടെയാണ് നാം ഓരോരുത്തരും അദൃശ്യനായ ദൈവത്തെ എത്രയധികം വിലമതിക്കുന്നുണ്ട്, ദൈവത്തെ എത്രമാത്രം ഗൗരവമായി എടുക്കുന്നുണ്ട്, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം എത്രമാത്രം സത്യസന്ധമാണ്, ആത്മാർത്ഥമാണ് എന്ന് ദൈവം നോക്കിക്കാണുന്നതും തിരിച്ചറിയുന്നതും സഹോദര സ്നേഹത്തിലൂടെയാണ്. ഇതുകൊണ്ടാണ് കർത്താവായ യേശു വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ചെറിയവരിൽ ആർക്കെങ്കിലും ഇന്ന ഒരാളെന്നില്ല, ഇന്ന മതസ്ഥനെന്നില്ല, ഏതൊരുവനെയും അവനിലുള്ള ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ മുഖം കണ്ട് ഏതൊരുവനെയും നമ്മൾ അവന് നന്മ ചെയ്യുമ്പോൾ, അവനെ സഹായിക്കുമ്പോൾ, അവൻ്റെ ആവശ്യത്തിൽ ഓടിച്ചെന്ന് നമ്മൾ കരനീട്ടി കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് തന്നെ ചെയ്തതിന് തുല്യമാണ്.
തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സഹോദര സ്നേഹത്തെക്കുറിച്ചുള്ള മനോഹരമായ വിശദീകരണമുണ്ട്. ആ വിശദീകരണത്തിൽ തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന വലിയൊരു ബോധ്യം ഇതാണ്: ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരാളിൽ നിന്ന് ഞാൻ പുലർത്തുന്ന അകലം അത് ദൈവത്തോട് പുലർത്തുന്ന അകലം തന്നെയാണ്. രണ്ടും സമാസമമാണ്, രണ്ടിൽ വ്യത്യാസമില്ല. ഞാൻ എൻ്റെ ഒരു സഹോദരനിൽ നിന്ന്, ഒരു അയൽവക്കക്കാരനിൽ നിന്ന്, എൻ്റെ ഒരു സഹപ്രവർത്തകനിൽ നിന്ന്, എൻ്റെ ഒരു ബന്ധുവിൽ നിന്ന്, എൻ്റെ ഒരു മിത്രത്തിൽ നിന്ന്, എൻ്റെ ഒരു ഗുരുനാഥനിൽ നിന്ന്, ആരിൽ നിന്നും ഞാൻ അകലം പുലർത്തുമ്പോൾ അത് ദൈവത്തോട് തന്നെ പുലർത്തുന്ന അകലമാണ്. ആ അകലം പരിഹരിക്കാതെ ദൈവമായുള്ള എൻ്റെ അകലം പരിഹരിക്കപ്പെടുകയില്ല. ദൈവത്തോട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, സ്നേഹമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ വചനം കേൾക്കുന്നവനാണ്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ആളാണ് എന്നൊന്നും പറഞ്ഞാൽ അത് ദൈവ സ്നേഹമാവില്ല പ്രിയമുള്ളവരെ. ഇതാണ് കർത്താവായ യേശു ഈ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ വലിയ ഒരു ദൈവിക ബോധ്യം ചേർത്ത് വെച്ച് തരുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത്. ഇന്ന് പലരുടെ ആത്മീയ ജീവിതം കുമ്പുടക്കി കിടക്കുന്നത് ഈ ദൈവിക വചന യാഥാർത്ഥ്യത്തിലാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന നമുക്ക് അതേ ഒരു തീവ്രതയിൽ സഹോദരങ്ങളുമായുള്ള സ്നേഹം വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങളെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും ഉള്ളുപൊള്ളയായ ഒരു കാപട്യമായി പലപ്പോഴും മാറ്റപ്പെടുന്നത്. തിരിച്ചറിയാനാണ് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ലോക മാധ്യമങ്ങൾ മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു ഇന്ത്യക്കാരനുണ്ട്. വളരെ അതിസമ്പന്നനായൊരു മനുഷ്യൻ, രത്തൻ ടാറ്റ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരുപക്ഷെ ഒരു സമ്പന്നൻ്റെ മരണം ഇത്ര കണ്ട് ലോക മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി കാണില്ല. പലപ്പോഴും സമ്പന്നരെയൊക്കെ നമ്മൾ വെറുക്കാറാണ് പതിവ്. അവരെക്കുറിച്ച് നമ്മൾ ആരും നല്ലത് പറയാറില്ല. കാരണം എപ്പോഴും നമ്മൾ പറയുക അവർ സമ്പന്നനാകുന്നത് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തും വഞ്ചിച്ചും തട്ടിച്ചും ഒക്കെയാണ് പലപ്പോഴും അവർ സമ്പന്നരായിട്ടുള്ളത് എന്നാണ് പറയാറുള്ളത്. പക്ഷേ രത്തൻ ടാറ്റ എന്ന ഒരു മനുഷ്യൻ മറ്റനേകം സമ്പന്നരിൽ നിന്ന് അദ്ദേഹം വ്യത്യസ്തനായത്, എല്ലാവരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിനൊരു ഇടം കിട്ടിയത്, അദ്ദേഹത്തോട് എല്ലാവർക്കും സ്നേഹമുണ്ടായത് പ്രിയമുള്ളവരെ എന്തിൻ്റെ പേരിലാണ്? അദ്ദേഹം അതിസമ്പന്നനായിരുന്നു. പക്ഷേ ആ സമ്പത്തിലേറെ പങ്കും പാവങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആ മനുഷ്യൻ ചെലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ സ്ഥാപിതമായ വിവിധങ്ങളായ ഒട്ടനവധി കമ്പനികളുടെ വരുമാനത്തിൻ്റെ ഒരു നല്ല പങ്ക് ഇനി തുടർന്നും പാവങ്ങൾക്ക് കൊടുക്കണമെന്ന തീരുമാനത്തോടെയാണ് ആ മനുഷ്യൻ ലോകം വിട്ടുപോയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ പേരിലാണ് രത്തൻ ടാറ്റ എന്ന ഈ സമ്പന്നൻ മനുഷ്യ മനസ്സുകളിൽ ഇടം കണ്ടെത്തിയത്. ഇത് തന്നെയാണ് കർത്താവ് പറയുന്നത്: ഈ ചെറിയവരിൽ ആർക്കെങ്കിലും നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക പ്രിയമുള്ളവരെ, രത്തൻ ടാറ്റ ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. നമ്മെപ്പോലെ അദ്ദേഹം മാമോദിസ മുങ്ങിയ ഒരാളായിരുന്നില്ല. എൻ്റെ കയ്യിലുള്ള ഈ തിരുവചന പുസ്തകം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. നമുക്ക് ഉറപ്പില്ല അദ്ദേഹം ഒരു പ്രാവശ്യമെങ്കിലും ഈ വചനത്തിലൂടെ കടന്നു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിട്ടും ആ മനുഷ്യൻ ഈ വചന പുസ്തകത്തിൽ ദൈവം ആവശ്യപ്പെട്ട കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ചു എന്നതാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. നമുക്ക് ഈ വചനം ലഭിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ദേവാലയത്തിൽ പോകുമ്പോൾ വീണ്ടും വചനം കേൾക്കുന്നുണ്ട്. ധ്യാനങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ച് കേൾക്കുന്നുണ്ട്. വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ ജീവിച്ച സുവിശേഷം നമ്മുടെ അനുദിന ജീവിതത്തിൽ ജീവിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ അമ്പേ പരാജയമാണ്. എളിമയോടെ സമ്മതിക്കാതെ തരമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ആരാണ് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുക, സ്വീകാര്യരാകുക? ജ്ഞാനസ്നാനമേറ്റതിൻ്റെ പേരിൽ, പള്ളിയിൽ പോയതിൻ്റെ പേരിൽ, പ്രാർത്ഥിച്ചു എന്നതിൻ്റെ പേരിൽ, ജപമാല ചൊല്ലി എന്നതിൻ്റെ പേരിൽ ഞാനോ നിങ്ങളോ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുമോ? ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഉത്തരം നൽകാൻ നമുക്ക് കഴിയണം. എൻ്റെ പ്രിയമുള്ളവർ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വചനം കേട്ടിട്ടും ദൈവം, ജീവനുള്ള ദൈവം ആരാണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടും സ്വീകരിച്ച വിശ്വാസം
ദൈവദാനമായി നൽകിയ വിശ്വാസം, ദാനമായി നൽകിയ ദൈവിക അറിവ് ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, അതൊന്നും ലഭിക്കാതെ മനസ്സാക്ഷിയിൽ ദൈവസ്വരം കേട്ട് ദൈവത്തിൻ്റെ സ്നേഹം ജീവിച്ച അക്രൈസ്തവൻ അതിനാൽ തന്നെ ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യരാകും. കർത്താവിൻ്റെ വചനം വളരെ ഗൗരവതരമായ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ്. നിത്യതയിൽ എനിക്ക് നിങ്ങൾക്കും ഒരിടം കിട്ടണമെങ്കിൽ അത് സഹോദര സ്നേഹത്തിലൂടെയാണ് ലഭിക്കുക എന്ന് കർത്താവ് നമുക്ക് ഈ തിരുവചനത്തിലൂടെ വലിയ വെളിച്ചം നൽകുന്നു. പ്രിയമുള്ളവരെ, അനുദിന ജീവിത വഴികളിൽ കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിയിലും ഈശോയുടെ മുഖം കണ്ട് ഞാൻ അവനെ സഹായിക്കുമ്പോൾ, ഞാൻ അവന് ഒരു പാത്രം വെള്ളം കൊടുക്കുമ്പോൾ, ഞാൻ അവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ, അവനൊരു ജോഡി വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ, രോഗിയായൊരു മനുഷ്യന് ചികിത്സിക്കാൻ ദൈവം എനിക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം അടർത്തി നീട്ടിക്കൊടുക്കുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് തന്നെയാണ് ഞാനത് കൊടുക്കുന്നത്. എൻ്റെ ദൈവത്തോടുള്ള സ്നേഹമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ അനുദിന ജീവിതത്തെ പരസ്നേഹത്തിൻ്റെ പ്രവർത്തികളാൽ സമ്പന്നമാക്കാൻ കർത്താവെ കൃപ തരണമേ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈശോയോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, ഓരോ ദിനവും ഓരോ നിമിഷവും നിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവമേ, നിന്നോടുള്ള ഞങ്ങളുടെ സ്നേഹം അതനുദിന ജീവിതത്തിൽ സഹോദര സ്നേഹത്തിലൂടെ വെളിപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങൾക്ക് ജ്ഞാനവും കൃപയും ശക്തിയും അവിടെ നൽകണമേ. കർത്താവായ യേശുവെ, സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുൾ ചെയ്ത് ജനകോടികൾക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ യാഗമായി ബലിയായി തീർന്നവനാണ് അവിടുന്ന്. കർത്താവെ, ഞങ്ങൾ അനുദിന ജീവിതത്തിൽ നീ നൽകുന്ന ഞങ്ങളുടെ സമയം, നീ നൽകുന്ന ആരോഗ്യം, സമ്പത്ത്, സർവ്വ കഴിവുകളും ഞങ്ങളുടെ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ, മുറിച്ച് നൽകാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കൃപയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ, അവിടുന്ന് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. അവിടുന്നാണ് സഹോദരങ്ങളെ സ്നേഹിക്കാനും അവരായിരിക്കുന്ന അവസ്ഥകളിൽ അവരെ മനസ്സിലാക്കുവാനും അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ കണ്ടുമുട്ടുന്നവരിലുള്ള ദൈവത്തിൻ്റെ മുഖം തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും അവർക്കാവശ്യമായത് സന്തോഷത്തോടെ ചെയ്തു നൽകുവാനും കർത്താവെ ഞങ്ങൾക്ക് കൃപ, അനുഗ്രഹം പരിശുദ്ധാത്മാവെ നീ നൽകണമേ. അമ്മ ദൈവമാതാവെ, അമ്മ എത്രയോ വലിയ സ്നേഹത്തോടെയാണ് ബന്ധുവും ചാർച്ചക്കാരിയുമായ എലിസബത്തിൻ്റെ അരികിലേക്ക് അവൾക്ക് ശുശ്രൂഷ നൽകുവാനായി തിടുക്കത്തിൽ ഈ യാത്ര പുറപ്പെട്ടത്. അമ്മേ മാതാവെ, അമ്മയെപ്പോലെ ഞങ്ങളും പരസ്നേഹത്തിൽ നിറഞ്ഞ് ജീവിച്ച് ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന മാലാഖമാരെ, ദൂതന്മാരെ, ജീവിത വഴികളിൽ എപ്പോഴും നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ഞങ്ങളുടെ പ്രിയ വിശുദ്ധാത്മാക്കളെ, നിങ്ങൾ ദൈവസ്നേഹവും പരസ്നേഹവും ഒരുപോലെ ജീവിച്ച് ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായതുപോലെ ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ ദൈവസ്നേഹത്തെയും സഹോദര സ്നേഹത്തെയും ദൈവത്തിൻ്റെ തിരുഹിത പ്രകാരം ജീവിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നൽകണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, അധ്വാനങ്ങളിൽ എപ്പോഴും ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും ടി വി സ്ക്രീനിൻ്റെ മുമ്പിൽ വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിമിഷങ്ങൾ നമുക്ക് ഉയർത്താം. സ്വർഗ്ഗം നമുക്കായി തുറക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ, ആവശ്യങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് ഉയർത്തി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യുദ്ധത്തിൻ്റെയും അതുപോലെ പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും നീതിനിഷേധത്തിൻ്റെയും ഒക്കെ അവസ്ഥകളിൽ ദുഃഖത്തിൽ വേദനയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും ഈ ആശീർവാദ വേളയിൽ ദൈവകരങ്ങളിലേക്ക് ഉയർത്തി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും യേശുനാമത്തിൽ ഞങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും വലിയ അഭിഷേകമായ അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളിലും വേനകളിലെല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങളേവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മരിയും കൂടാരങ്ങളിൽ പ്രേക്ഷിത മക്കൾ രാപകൽ പ്രാർത്ഥനയിലാണ്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, തൻ്റെ മഹത്വവും തൻ്റെ കരുണയും കരുതലും എല്ലാം നിങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശു നാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.